അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു ചായക്കടി കാട്ടിത്തരാൻ വേണ്ടി കണ്ടാണ്. നല്ല എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തോന്ന സാധനമൊന്നും വേണ്ടേനും. നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇമാതിരി 2 പഴം എടുത്തുക്കണു. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞുകാണ്ട് ഒന്നങ്ങോട്ട് മുറിച്ചുകാണ്ട് നമ്മളെ മിക്സിൻ്റെ കപ്പൊക്കെ ഒന്നാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ പഴമൊക്കെ നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ പിന്നെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് നല്ലൊരു ചൊയ്യും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അരയാൻ പാകത്തിനുള്ള വെള്ളം പാർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ മിക്സിയിൽ ഇത് നല്ലോണം ഒന്നങ്ങോട്ട് അരച്ചെടുക്കണം. അപ്പോൾ തോനെ വെള്ളം പാർന്ന് അരക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിക്ക് ഒരു 1/2 കപ്പോളം വെള്ളമാണ് കേട്ടോ ഇതിക്ക് പാർന്നിക്കണത്. അപ്പോൾ കണ്ടില്ലേ നമ്മളിത് നല്ലോണം ആ മിക്സിമ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് അരച്ചെടുത്തുക്കണു. ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് ഒന്നങ്ങോട്ട് ഒഴിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് മൈദപ്പൊടി എടുത്തുക്കണ്. ഇത് ഇനി നമുക്ക് കുറച്ച് അയക്കാണ്ട് ഇതിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ നമ്മളെ കാങ്ങണമെന്ന് വെച്ചാൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കാങ്ങണ ബെല്ലുമ്മലും കൂടി നിങ്ങളൊന്ന് തൊട്ടെടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പക്കപ്പം കാണും ജഡ്ജാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ജഡ്ജാലോ. പിന്നെ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് മനസ്സിലാകുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തുക്കണോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മളെ മാവുള്ളത്. കണ്ടില്ലേ നല്ല കട്ടിയിലും അല്ല, അതേപോലെ തീരെ കട്ടില്ലാതെയും അല്ല. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ പാർന്നു കൊടുക്കാൻ പാകത്തിനുള്ള ഒരു മാവാണിത്. അങ്ങനെ ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിക്കണു. ഇനി നമുക്കിതൊന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുര ചട്ടീനെ അടുപ്പത്ത് വെച്ചെടുത്തുക്കണ്. ഇതിലേക്ക് പൊരിച്ചാൻ പാകത്തിനുള്ള എണ്ണയും പാർന്നു കൊടുത്തുക്കണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിക്കണ്. നമുക്കിത് ഇന്ന് കുറച്ച് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിക്കാണ്ട് ഇങ്ങനെ പാർന്നു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം കേട്ടോ ഇത് പാർന്നു കൊടുക്കാനേ. അപ്പോൾ ഒരു സ്പൂണിന് പാകാക്കിക്കാണ്ട് അങ്ങനെ പാർന്നാൽ മതി. സ്പൂൺ ആയതുകൊണ്ട് പിന്നെ ഒരേ ലെവലിൽ കിട്ടുമല്ലോ. നമുക്ക് തോനെ വലുപ്പത്തിൽ കിട്ടൂല, പാകത്തെ വലുപ്പത്തിന് അങ്ങനെ കിട്ടും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്നിങ്ങനെ വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നാണ് ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് കണ്ടില്ല ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിവിടെ റെഡി ആയിക്കണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഓരോ സ്പൂൺ തീർന്ന് എടുത്തുകാണ്ട് ഇങ്ങനെ പാർന്നെടുത്തുകാണ്ട് പിന്നെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയും ചെയ്യുക. അങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ഇങ്ങനെ തന്നെ കാട്ടിയെടുക്കുക. അപ്പോൾ കണ്ടില്ല ഇത്ര പണിയുള്ളൂ. പഴം കൊണ്ട് നല്ല രസമുള്ള ഒരു അടിപൊളി പലഹാരം നമുക്കിവിടെ കിട്ടിയിരിക്കണു. നല്ല ചുരുക്കുണ്ട്, കാണാനും തിന്നാനും അതിലേറെ രസമാണ്. അപ്പോൾ പഴം തിന്നാത്ത കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോഴതിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു ചായക്കടിയാണിത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചായക്കടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടുകണമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാലേ നമുക്കൊരു ലൈക്ക് തരും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് വാങ്ങണമെന്ന് വെച്ചാൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ഇനി നമ്മൾ കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്ന വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും